ഹലോ, എല്ലാവർക്കും കളേഴ്സ് ആൻഡ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എവിടെയും പോകുന്നില്ല എന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് പ്ലാനൊക്കെ ഒന്ന് മാറി. ഞങ്ങൾ ലേഡീസ് മാത്രം ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പം 2 ബൈക്കിലായിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എങ്ങോട്ടേക്കാണെന്നല്ലേ, അപ്പം ബാംഗ്ലൂർ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ചിക്പേട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്പേട്ട് അല്ലാതെ നമുക്ക് ബാംഗ്ലൂർ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പം നമ്മളവിടെ മല്ലേശ്വരാണ് ഇന്ന് ഞങ്ങൾ പോകാൻ വിചാരിച്ച ഡെസ്റ്റിനേഷൻ. അപ്പം നമ്മൾ മല്ലേശ്വരം എത്തിയിട്ടോ. ഷോപ്പൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ റോഡ് സൈഡിലുണ്ട്. അവിടെയൊക്കെ കുറേ ഹോൾസെയിൽ ഷോപ്പുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ ഉദ്ദേശം സ്ട്രീറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ തന്നെ സ്ട്രീറ്റിൽ തന്നെ ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ ചെറിയ പൈസയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി കുറച്ചൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോയിൽ കണ്ട അവരൊക്കെയും പച്ചപ്പട്ടാണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അവർ ഒക്കെ നല്ല വൃത്തിക്ക് അവർ പുറത്തെടുത്ത് വെച്ചിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചും കൂടി പ്രൈസ് റേഞ്ച് കൂടും, കാരണം അവർ അത്രയും പണി എടുത്തിട്ടാണല്ലോ നമുക്ക് തരുന്നത്. അപ്പോൾ കുറച്ചും കൂടി വില കൂടും. അപ്പോൾ അതൊക്കെ അവരവിടെ ആക്കിയിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ, ബാഗുകൾ, പിന്നെ നമ്മുടെ സ്കാർഫ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ക്യാപ്പ്, തണുപ്പല്ലേ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ടൈപ്പ് പച്ചക്കറികൾ ഉണ്ടായിരുന്നു, ഇലകൾ, കൂടുതൽ ഗ്രീനറി ആയിരുന്നു. അപ്പം ഇലകൾ തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക, പല ടൈപ്പ് ഇലകൾ, അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നു. നമുക്കതിൽ വളരെ കുറച്ച് ഇലകൾ മാത്രമേ നമുക്കറിയുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്കറിയാത്തതാണ്. പിന്നെ 350-ക്കൊക്കെ കുർത്ത ഉണ്ടായിരുന്നു കേട്ടോ. അധികം മോശമില്ലാത്ത ടൈപ്പ് നല്ല ഇതിൽ കുർത്ത ഉണ്ടായിരുന്നു. പക്ഷെ അത് ബാർഗെയിനിങ് ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ അവിടെ നല്ല നിറയെ പൂക്കളുണ്ടായിരുന്നു. അവർ പൂജയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ്, ഒരു സെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം ചെരുപ്പായിരുന്നു. ഒരുപാട് എല്ലാ പ്രൈസ് റേഞ്ചിൽ വരുന്നതും എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും പറ്റിയ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചിക്പേട്ടാണോ മല്ലേശ്വരാണോ ഇഷ്ടമായതെന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മല്ലേശ്വരാട്ടോ. കാരണം ചിക്പേട്ടിൽ ഭയങ്കര റഷായിരുന്നു, സാധനങ്ങളൊന്നും നോക്കിയെടുക്കാനൊരു സൗകര്യമില്ല, ഫുള്ള് ഭയങ്കര ഒരു ഹറി ആയിരുന്നു. പക്ഷേ മല്ലേശ്വരം പോയാൽ എനിക്ക് അത്ര ഒരു ഹറി തോന്നിയിട്ടില്ല. അതുമാത്രമല്ല നല്ലൊരു കാമായിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നി. അപ്പം ഞാൻ കൂടുതൽ പറയാം നല്ലത് മല്ലേശ്വരം എന്നാണ്. അതുമാത്രമല്ല ചിക്പേട്ടിൽ പോയിട്ട് നമുക്കിങ്ങനെ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് നിൽക്കാനും നമുക്ക് അവരോടുള്ളൊരു സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭയങ്കര തിരക്കാണ്, അവർക്കും തിരക്കാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി. ഇവിടെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, കാരണം അത്ര ആൾക്കാരില്ല. ഇനിയിപ്പം എന്തോ അറിയില്ല, ഇവിടെ എനിക്ക് ചിക്പേട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായതും പിന്നെ പ്രൈസിനും ഒക്കെ കുറച്ച് കുറവ് ഇവിടെയാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഇങ്ങനത്തെ കടല കേട്ടോ, നമ്മൾ പുട്ടിന് കടലയൊക്കെ ഉണ്ടാക്കൂലേ, ആ കടലയുടെ പച്ച ഇവിടെ അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ആ പച്ചപ്പട്ടാണി എടുക്കുന്ന പോലെ തന്നെ കുറച്ചിങ്ങനെ പൊട്ടിച്ചെടുക്കണം. ചേച്ചി കുറച്ച് ശ്രമിച്ചപ്പോഴാണ് അത് പൊട്ടിച്ച് എടുക്കാൻ പറ്റിയത്. നമ്മുടെ ആ കറിയിലിടുന്ന കടല പച്ച കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പം അതുമൊക്കെ അവരവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മളെ നാട്ടിലിവിടെ കിട്ടില്ലല്ലോ, ഈ ഒരു കടലയൊന്നും ഇങ്ങനെയൊന്നും കിട്ടില്ല, നമുക്കത് ഉണങ്ങിയിട്ടല്ലേ കിട്ടുക. അപ്പോൾ അതും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ബാഗൊക്കെ 350 ഒക്കെ റേഞ്ചിൽ വരുന്നതുണ്ട്. പിന്നെ 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു ഭാഗത്തുണ്ട്. കുറച്ച് വലിയ ടൈപ്പ് ബാഗിനൊക്കെ 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാഗുകളുണ്ട് കേട്ടോ. 350 റേഞ്ചിൽ വരുന്നത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയുള്ള ബാഗ് കൊള്ളന് അത് ഒരു 350 മുതലാണ് അവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഒരുപാട് ക്രോപ്പ് ടോപ്സും കുർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ ഒരു ചെറിയൊരു പൈസയ്ക്ക് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കോഡ് സെറ്റും നല്ല വിലക്കുറവിൽ അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു 700 to 750 റേഞ്ചിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പാൻറ്റും ഷോളും ഒക്കെ ആയിട്ട് പാർട്ടി വെയർ പോലത്തെ അതുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വേർത്തായിട്ട് തോന്നിയിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
ഒരു പീസ് ഇങ്ങനത്തെ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. 700 ഇട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ 1000-ന് 3 ഡ്രസ്സ് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടോപ്പും പാൻറ്റും വരുന്ന പോലെ 3 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 1000 ആയിരുന്നു ആ ഒരു റേഞ്ചിലുള്ള ഇത്. പിന്നെ ഞങ്ങൾ കുറച്ച് മക്കൾക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് പാൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജ്വല്ലറി ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്ത്. ഒരുപാട് അവിടെ ഫ്ലവേഴ്സ് ആട്ടോ ഉള്ളത്. ഫ്ലവേഴ്സ് നല്ല രസമുണ്ടായിരുന്നു. അവർ ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമായിരുന്നു. നമ്മുടെ നാട്ടിലിങ്ങനെ ഫ്ലവർ കാണുക ഓണത്തിനല്ലേ, ഇവിടെ അങ്ങനെയല്ല കേട്ടോ. പിന്നെ SM സ്ട്രീറ്റ് പോലെ തന്നെ എനിക്ക് മല്ലേശ്വരം തോന്നിയിട്ടുണ്ടായിരുന്നു. അത്ര പ്രൈസ് കുറവല്ലെങ്കിലും എന്നാലും SM സ്ട്രീറ്റൊക്കെ പോലെ തന്നെ 2 ഭാഗത്തും ഇങ്ങനെ കടകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സും മേക്കപ്പ് ഐറ്റംസും എല്ലാം ഇതിലവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസൊക്കെ കുടിക്കാനുള്ള ഷോപ്പും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിക്പേട്ട്, മല്ലേശ്വരം, ജയനഗർ ഇതൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ മനസ്സിലായൊരു കാര്യം ഇതാണ്. ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല. കാരണം ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം വരും. കുറച്ച് നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ക്ഷീണം വരും, ഭയങ്കരമായിട്ട് ടയേർഡാവും. പിന്നെ കുറേ ദൂരം നടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു 2-3 ദിവസം എടുത്താലേ ഇതിൻ്റെ പല ഭാഗത്തു കൂടെ പോയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒരുപാട് വഴികളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് എങ്ങനെയൊക്കെ. ഇതിപ്പോൾ ഞങ്ങളൊരു ചെറിയ ഭാഗത്തു കൂടെ മാത്രമാണ് മല്ലേശ്വരത്ത് കൂടെ പോയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഒക്കെ വേറെ വേറെ റോഡ് ലിങ്ക് ചെയ്തിട്ടുള്ള റോഡുകൾ ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ചിക്പേട്ടിലാണെങ്കിലും ഒത്തിരി ദൂരം ഞങ്ങൾ നടന്നല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒന്നും ആക്കിയിട്ട് ഇങ്ങനെ ഇവിടെ പ്ലാൻ ചെയ്ത് പോകണ്ട. ഒരു 2-3 ദിവസമൊക്കെ എടുത്താലേ ഇവിടെയൊക്കെ ഫുള്ള് കണ്ട് കഴിയുള്ളൂ. അത് ഒരുപാടുണ്ട് ഇവിടെ കാണാൻ. പിന്നെ ഇവിടെ കൂടുതലും ഈ ലേഡീസിനുള്ള ഐറ്റംസ് ആട്ടോ കൂടുതലുള്ളത്. ഒരു 80% ലേഡീസിനുള്ളതാണുള്ളത്, ഒരു 20% ഒക്കെ ഉള്ളൂ ജെൻസിനുള്ളത്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വന്ന്, ഞാൻ പറഞ്ഞല്ലോ അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾക്ക് തിരിച്ച് വരാനുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ മജസ്റ്റിക്കിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. അപ്പം അതൊരു എയർപോർട്ട് പോലെയൊക്കെ തോന്നിട്ടോ. കുറച്ച് നല്ല വലിയ ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. നമ്മൾ നേരെ ജാലഹള്ളിയിൽ നിന്ന് മെട്രോ എടുത്തു, നേരെ ഇറങ്ങി. പിന്നെ ഒരു മെട്രോ കൂടി കയറിയാലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് മാത്രം ഒരു മെട്രോ കയറണം. അങ്ങനെ കയറി. വലിയ റെയിൽവേ സ്റ്റേഷനാട്ടോ. എന്താ പറയുക, ഇവിടെ 10 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. ഇവിടെ KSR ബാംഗ്ലൂരിൽ നിന്നും പിന്നെ SPC ഇതും കൂടി പറയും കേട്ടോ മജസ്റ്റിക്കിലെ റെയിൽവേ സ്റ്റേഷന്. പിന്നെ അവിടെ നല്ല നമുക്കിങ്ങനെ അവിടേക്ക് മെട്രോന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാത്ത് വേ ഉണ്ട് കണക്ട് ചെയ്യുന്നത്. അത് ഭയങ്കര വലുതാട്ടോ, നല്ല രസമുണ്ടായിരുന്നു. 2 ഭാഗത്തും ട്രെയിനൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടതൊക്കെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, നമ്മൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ താഴെ പോയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ട്രെയിനിലേക്ക് ഓർഡർ ചെയ്താട്ടോ. കാരണം ഓൾറെഡി ഞങ്ങൾ മല്ലേശ്വരമൊക്കെ പോയിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ബാംഗ്ലൂരിൽ നല്ല ട്രാഫിക്കൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഫുഡും കൂടി കഴിച്ചിട്ട് നമ്മൾ ട്രെയിനിൽ കയറാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ എടുക്കാനായി. അങ്ങനെ നമ്മൾ അവരോടൊക്കെ ടാറ്റ ബൈ പറഞ്ഞു. അവരോട് മാത്രമല്ല, നമ്മൾ ബാംഗ്ലൂരിനോട് മൊത്തം ടാറ്റ ബൈ പറഞ്ഞു. നമ്മൾ ഈ വെക്കേഷൻ അങ്ങ് അടിച്ച് പൊളിച്ചു ബാംഗ്ലൂർ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇഷ്ടമായാൽ കൂടെ കൂടിക്കോ. അപ്പം വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ബായ്.